ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. ഇന്നുണ്ടല്ലോ എനിക്ക് കോളേജിൽ ചെറിയൊരു വൺ ഡിഷ് പാർട്ടിയാണ്. വലിയ സെലിബ്രേഷൻ ഒന്നല്ല നടത്തുന്നത്. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ഉണ്ട്. പവി, ഖൈറ, അന്ന, പിന്നെ ഞാനും. അപ്പം ഞങ്ങൾ 4 പേര് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുവന്ന് ഒന്ന് ഷെയർ ചെയ്ത് കഴിക്കാന്നുള്ളത് മാത്രം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള കുറച്ച് പേരാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അന്ന ബേസിക്കലി കോട്ടയത്തുകാരിയാ. അവൾക്കാണെങ്കിൽ നമ്മൾ കോഴിക്കോടൻ ഡിഷൊന്നും പ്രിപ്പറേഷനൊന്നും അറിയില്ല, പക്ഷെ കഴിക്കാനൊക്കെ ആൾ ഉഷാറാട്ടോ. അപ്പോൾ ഞാൻ റൈസ് ഐറ്റംസ് ആണ് ഇട്ടെടുത്തത്. ഞാനൊരു ചിക്കൻ സുർബിയാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ സുർബിയാൻ്റെ റെസിപ്പി എനിക്ക് പാകിസ്ഥാനി ഫാമിലിയിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ കഥ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ മക്കൾക്കാണ് റൈസ് ഉച്ചക്കത്തുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഇന്ന് എണീറ്റുണ്ടായിരുന്നു. രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ കിച്ചണിലാക്കണ്ടിൽ രാത്രി ഇരുട്ടായിട്ട് അങ്ങനെ നേരം പുലർന്നിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. വെള്ളം മാത്രമല്ല ഞാൻ കുടിക്കാറുള്ളത്, അതിൻ്റെ കൂടെ ഇലക്ട്രോക്സിൻ, ഈ തൈറോയിനം എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയിരിക്കുന്നത്. എല്ലാവരും പറയാറുണ്ട് പുട്ട് പെട്ടെന്നാവുന്നുള്ളത്, പക്ഷെ എനിക്ക് ഈ പുട്ട് ഉണ്ടാക്കാനൊക്കെ ഈസി. പക്ഷെ അതിൻ്റെ പൊടി അവിടെ ഇരുന്ന് കഴിഞ്ഞ് തേങ്ങയൊക്കെ അങ്ങനെയൊക്കെ ആയി മൊത്തം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ സുർബിയാനിലോട്ട് കിടക്കാം. ഈ സുർബിയാൻ ഇപ്പോൾ കല്യാണത്തിനും പാർട്ടിയിലൊക്കെ താരായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാനൊരു 1 kg റൈസാണ്, ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിന് നല്ല പോലെ ഒന്ന് കഴുകി ഒരു 1/2 hour സോട്ട് ചെയ്യാൻ വെക്കുക. വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്തെങ്കിലും നല്ല പോലെയുള്ള റൈസ്, നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു 5 സവാള അത് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചു. അതിന് ഞാൻ ഇങ്ങനെ വറുത്ത് മാറ്റി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് ഓയിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ഓയിൽ മതി നമുക്ക് ചോറിനും ഇതിന് ഈ മസാല ഉണ്ടാക്കാനെല്ലാം ഇത്ര മാത്രം ഓയിൽ മതി. ഇങ്ങനെ സുർബിയാനാകുമ്പോൾ അധികം ഒന്നും ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ സവാള 3 ബാച്ചായിട്ടാണ് ഇങ്ങനെ വറുത്ത് മാറ്റി വെക്കുന്നത്. അല്ലാതെ കുറേ എണ്ണ ഒക്കെ ഒഴിക്കേണ്ടി വരും. ഇതൊന്ന് വറുക്കുന്ന സമയത്തേക്ക് ഒരു ബിരിയാണി പോട്ടിൽ കുറച്ച് വെള്ളം, കണക്കൊന്നുമില്ല, കാരണം ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം എടുത്ത് അത് ബോയിൽ ചെയ്യാൻ വെക്കണം. ആ സമയത്ത് അതിൽ കുറച്ച് സാൾട്ട്, പിന്നെ സ്പൈസസ്, നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ്, അതായത് ബേ ലീവ്സ് ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പൂ, ഏലക്ക, പട്ട എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് ഫസ്റ്റ് ബാച്ച് ഞാൻ നല്ല പോലെ ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ടാണ് ഈ സവാള എടുത്തിരിക്കുന്നത്. കാരണം അത് നമുക്ക് അരച്ചിട്ട് ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കളർ വന്നോട്ടെ കേട്ടോ. ഇനിയുള്ളത് വേണമെങ്കിൽ അത്രത്തോളം കളർ വരേണ്ട, കാരണം അത് നമുക്ക് ദമ്മിടുന്ന സമയത്ത് അതിലോട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ കുറച്ച് റൈസിൻസും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റീൽ സ്പാച്ചിൽ കൊണ്ട് കോരിയെടുക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും നോൺ സ്റ്റിക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതിട്ടോ. ഞാൻ അടിഭാഗം ഒന്നും തൊടാതെ ജസ്റ്റ് ആ റൈസിൻസ് മാത്രം എടുത്തിട്ടുള്ളൂ. ഇപ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ ബോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സോട്ട് ചെയ്ത് വെച്ച റൈസിനെ ഞാനൊന്ന് അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തു. ജസ്റ്റ് ഒരു സ്പൂൺ ഒരു ഓയിൽ, ഇങ്ങനെ അരികളെയും ചോറ് മണികളൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് അതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. നമുക്ക് ഈ ഫുൾ ആയിട്ട് വെന്ത് വരണം എന്നില്ല കേട്ടോ റൈസ്. നമുക്കൊരു 80% വെന്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതിനെ എന്തിലോട്ട് മാറ്റാം, ദമ്മിടാൻ എടുക്കാം. അതിൽ നിന്ന് ബാക്കിയുള്ള വേവ് അതിൽ നിന്ന് ശരിയായിക്കോളും. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ളത് നമ്മളെ ഈ ഉള്ളി വറുത്ത ആ ഒരു എണ്ണ തന്നെ, ഏത് ഓയിലാണോ നമ്മൾ എടുക്കുന്നത് ആ ഓയിലിന് പകുതി മാറ്റി വെച്ചേക്കാം. പകുതി മാത്രം മതി ഇപ്പോൾ ഈ മസാല ഉണ്ടാക്കാനുള്ളത്. ആ ഓയിലിന് ഞാൻ ലാസ്റ്റ് ഒഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ എണ്ണയിലോട്ട് ചിക്കൻ, നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിലൊരു 5-6 പീസ് ഞാൻ ഇന്നലെ രാത്രി ചോറിന് കൂട്ടാനും ചപ്പാത്തി കൂട്ടാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൊരിച്ച് മക്കൾക്കൊക്കെ കൊടുത്തതാണേ. ബാക്കി ഒരു 800 ഗ്രാം ആയിരിക്കും ഇവിടെ ചിക്കൻ ഉള്ളത്. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി, എണ്ണയിൽ ചൂടാക്കിയിട്ട് അതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഒരു ചെറിയ ജീരകമില്ലേ, ചെറിയ ജീരകത്തിൻ്റെത്
1 ടീസ്പൂൺ. പിന്നെ അറബിക് മസാല കയ്യിലുണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ, 1-1.5 ടീസ്പൂൺ എടുത്തോളൂ. അതല്ല എങ്കിൽ ഈ മന്തി മസാലയോ അതല്ല പിന്നെ കബ്സ മസാലയോ അങ്ങനെ ഏതെങ്കിലും ഒരു അറബിക് ടേസ്റ്റുള്ള മസാല ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇതെല്ലാം കൂടെ ചിക്കനിൽ നല്ല പോലെ ഒന്ന് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു സിമ്മിലിട്ട് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ചൊന്ന് വെന്തോട്ടെ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഫ്ലേവറും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കട്ടെ. ഇതാ നമ്മുടെ റൈസൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല റൈസ് ആയതായാലും ഞാൻ ലൂസായിട്ട് ബസ്മതി റൈസ് വാങ്ങിച്ചതാണ്. പക്ഷേ നല്ല റൈസ് എനിക്ക് ചിലപ്പോൾ ഈ അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് റൊമാൻസിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലുള്ള റൈസ് ഓർമ്മ ഉണ്ടായിരിക്കാം. അതേപോലത്തെ റൈസായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല നല്ല നീളമുള്ള നല്ല മെലിഞ്ഞ് നല്ല റൈസാട്ടോ അത്. എനിക്ക് ഇതിൻ്റെ ബ്രാൻഡ് പേര് പറഞ്ഞു തരാൻ അറിയില്ല, ലൂസ് വാങ്ങിച്ചതായതുകൊണ്ട്. ഓക്കെ, ഞാൻ ഇവിടേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ റൈസിന് നല്ല വൈറ്റ് കളർ കിട്ടാനും പിന്നെ അതേപോലെ അധികം വെന്തൊന്നും ഒടിഞ്ഞു പോകാതിരിക്കാനൊക്കെയാണ്. ഒന്നും കൂടെ ഒന്ന് വേവാണ്ടരി. ആ സമയം ഞാനൊരു പൊട്ടറ്റോ എടുത്തിട്ട് അതിൽ നിന്ന് ജസ്റ്റ് സ്ലൈസ് ചെയ്ത് മാറ്റുകയാണ്. ഈ പൊട്ടറ്റോ നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഈ പൊട്ടറ്റോ വെന്ത് വരുന്ന ആ ഒരു ഫ്ലേവർ ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ഒരു ചിലരത് മൊത്തമായിട്ട് പൊട്ടറ്റോ മൊത്തമായിട്ട് ചിക്കൻ്റെ കൂടെ വേവിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ സ്ലൈസ് ആക്കി മാറ്റിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വരുന്ന സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല നല്ല ടേസ്റ്റാണ് വരാറുള്ളത്. ഇപ്പം നമ്മുടെ റൈസൊക്കെ വെന്ത് ഞാൻ അതിനെയൊക്കെ അരിപ്പയിലോട്ട് ഊറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ വറുത്ത് മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ, അതിനൊന്ന് നല്ലപോലെ ഒന്ന് അരച്ച് എടുക്കണം. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ചില്ലിയും ഗാർലിക്കും ഇഞ്ചിയും. ഗാർലിക്ക് കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ, അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ. മുഴുവനായിട്ടുള്ളത് എടുത്താൽ മതി. പക്ഷെ എൻ്റെ അടുത്ത് പേസ്റ്റ് ഇതിൻ്റെ ചതച്ചതുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചതച്ച് വെച്ചത്. പിന്നെ ഒരു ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് അതിലോട്ട് 1 കപ്പ് യോഗട്ട് മീൻസ് കട്ടിത്തൈരുണ്ടല്ലോ, ആ തൈര് പുളിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പുളിയുള്ളത് എടുക്കാം. അതല്ലെങ്കിൽ അധികം പുളിക്കാത്തതൊക്കെ എടുക്കാം. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കില്ല. കുറച്ചൊരു പുളിയുള്ളതാണ് ഇതിൻ്റെ സുർബിയാൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ചിക്കനിലോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പൊട്ടറ്റോ ആഡ് ചെയ്തുകൊണ്ട് ചിക്കനും പൊട്ടറ്റോയുള്ള ആ ഒരു കോമ്പിനേഷൻ്റെ സ്മെല്ല് നല്ല പോലെ മൂക്കിലോട്ട് അടിച്ച് കയറുക കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഈ സുർബിയാൻ തന്നെ ഈ ഒരു ഫ്ലേവറാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഈ അരപ്പെല്ലാം കൂടെ ഞാൻ ചിക്കനിലോട്ടൊന്ന് ആഡ് ചെയ്യുകയാണ്. ചിക്കനിലോട്ട് ആഡ് ചെയ്ത് അതിന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് വീണ്ടും നമ്മളൊന്ന് ഈ ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉപ്പും എല്ലാം പാകമാണോ എന്ന് നോക്കുക. എനിക്കാണെങ്കിൽ അധികം ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നുള്ള ചെയ്യാമെന്ന് കേട്ടോ. ഇതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു മല്ലിച്ചപ്പ്, ഈ മിൻറ്റ് കൊറിയാണ്ടർ ലീവ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഷ്ണം ആക്കി മാറ്റി വെച്ചേക്കണം. ഇത് ചിക്കനിലോട്ട് ആഡ് ചെയ്യും വേണം. നമ്മൾ ദമ്മിടുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇങ്ങനെ കഷ്ണാക്കി വെച്ച് മിൻറ്റ് കൊറിയാണ്ടറൊക്കെ ഞാൻ ഇതിൽ ചിക്കനിലോട്ട് ആഡ് ചെയ്തു. പിന്നെ ജസ്റ്റ് 1 or 2 മിനിറ്റ്സ് ഒന്നും കൂടെ ഒന്ന് അടിച്ച് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുറച്ചൊരു ഈ സവാള അല്ലേ വറുത്ത് വെച്ച സവാളയും കൂടെ ഈ മസാലയിലോട്ട് ആഡ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ ദമ്മിടാൻ നോക്കുകയാണ്. നമ്മൾ ഊറ്റി വെച്ച ഈ റൈസ് ഉണ്ടല്ലോ, ഒരു 80-90% വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ദമ്മിടുന്ന സമയത്ത് ബാക്കിയൊന്ന് വെന്തോളൂ കേട്ടോ. അങ്ങനെ ഓരോരോ ലെയറായിട്ട് റൈസ് ആഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മിൻറ്റ് കൊറിയാണ്ടർ ആഡ് ചെയ്യുക. പിന്നെ വറുത്ത സവാള ആഡ് ചെയ്യുക. അതും കിസ്മിസും എല്ലാം കൂടെ ഉള്ളതാണ്. റൈസിൻസ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഈ റൈസ് കൊടുക്കുക. നമ്മൾ സാധാരണ എന്താണോ നമ്മൾ നോർമലി ബിരിയാണിയൊക്കെ ദമ്മിടാറില്ലേ, അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ബിരിയാണിയും അതേപോലെ ഇങ്ങനത്തെ റൈസ്, അറബിക് റൈസ് പ്രത്യേകിച്ച് ഈ സുർബിയാനൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. പാകിസ്ഥാനി ആയിരുന്നു കേട്ടോ ആ ഫാമിലി. നല്ല എന്താ പറയുക, നമുക്ക് ഇത്രയും നല്ലൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ 1 സ്പൂൺ പാലിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. റെഡ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
അധികം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എഡിബിൾ ആയിട്ടുള്ള കളറാണല്ലോ, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ റെഡ് കളർ അധികം കൂടുതലായിട്ടൊന്നും നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഒരു സ്പൂണിലോട്ട് പാലിലോട്ട് ഒന്നുകിൽ ഈ കുങ്കുമത്തിന്റെ പൂ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഒരു യെല്ലോ കളർ വരാനും മറ്റേ റെഡ് കളർ ആണെങ്കിൽ അത് റെഡ് കളർ വരാനുള്ള, റൈസിന് റെഡ് കളർ എടുത്തിട്ട് റൈസ് റെഡ് കളറൊക്കെ വരേണ്ടതാണ്. ഭംഗിയും കൂടും. ഇങ്ങനത്തെ ഒരു ഇതിന്റെ ഒരു ടെക്സ്ചറൊക്കെ അടിപൊളിയായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നോർമലി ആയിട്ട് അത് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പാകിസ്ഥാനി ഫാമിലി. എൻ്റെ ഫാദർ മരിച്ച സമയത്ത് ഞാൻ സൗദിയിലായിരുന്നു. എനിക്ക് കാണാനും പറ്റിയില്ലായിരുന്നു കേട്ടോ. നാട്ടിൽ വരാനും പറ്റില്ല, കാരണം ഓൾറെഡി അന്ന് സീസൺ ടിക്കറ്റ് ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ കിട്ടുന്നുള്ളൂ ആ ഒരു വെക്കേഷൻ സമയത്ത്. അപ്പോൾ ഞാൻ എത്തില്ല കാണാൻ. എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റിൽ വന്നു കഴിഞ്ഞാലും ബോഡി മയ്യത്തേക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് ഉംറയൊക്കെ ചെയ്യുക, ദുആ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ നിന്നാണ്. അപ്പോൾ ആ ഒരു 3 ദിവസവും എനിക്ക് ഫുഡ് ഇവര് രാവിലെ തന്നെ ഫുഡൊക്കെ ഈ പാകിസ്ഥാനി ഫാമിലി അവരുടെ അറബിക്ക് ആയിട്ടുള്ളതും പാകിസ്ഥാനി ബിരിയാണിയൊക്കെ ആയിട്ട് എന്നും ഫുഡൊക്കെ നല്ല പോലെ കൊണ്ടുതരായിരുന്നു. എനിക്ക് അവരെ മറക്കാനേ പറ്റില്ല. അത്രയും നല്ലൊരു ഫാമിലിയായിരുന്നു. ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. അവർ ഓരോരോ റെസിപ്പിയൊക്കെ അയച്ചു തരും, ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അവരെ ഒരു ഉമ്മയും 2 ആൺകുട്ടികളും ഒരു ആൺകുട്ടീൻ്റെ വൈഫ് അവൻ്റെ മക്കളും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു താമസം. ഇപ്പോൾ ടൈം 7 o'clock ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിയണം. ഒരു 8-8:15 ഞാൻ വീട്ടിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് കറക്റ്റ് ടൈമിന് കോളേജിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് അധികമൊന്നും ബ്ലോക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ട്രാഫിക്കൊക്കെ ഒന്ന് കുറവായിരിക്കും. പിന്നെ മക്കൾക്കാർക്കും ഇപ്പോൾ ക്ലാസ് ഒന്നുമില്ല. പിന്നെ എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോളേജിലായതുകൊണ്ട് യൂണിവേഴ്സിറ്റി എക്സാമുകളും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുമല്ലോ. വെക്കേഷൻ സമയത്തൊക്കെയാണ് എക്സാമൊക്കെ ഉണ്ടാവുക. ഞാൻ എന്തായാലും ടിഫിനൊക്കെ പാക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ജെൻസിയൊന്നും അല്ലാത്തത് കൊണ്ട് ഒരു 30-40 ഏജ് ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഡയറ്റിലാട്ടോ ഉള്ളത്. അതുകൊണ്ട് അധികമൊന്നും ഫുഡൊന്നും വേണ്ട. 2 പേര് റൈസ് ഐറ്റംസ് കൊണ്ടുവരും. പിന്നെ കുറച്ച് മറ്റുള്ള മീൻസ് സലാഡ് സ്വീറ്റൊക്കെ ആയിട്ട് മറ്റുള്ളവരും കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒരു 1 ഡിഷ് പാർട്ടിയാണ്. അധികം വലിയ ആർഭാടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നോർമലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അധികമൊന്നും കഴിക്കാൻ എനിക്ക് ടൈം കിട്ടാറില്ല കേട്ടോ. ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഇന്ന് പ്രത്യേകിച്ച് കുറച്ചും കൂടെ അധികം പണിയെടുക്കലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തീരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഞാൻ ചെറിയൊരു ബോക്സിലെടുത്ത് കോളേജിലേക്ക് എടുത്തിരിക്കുകയാണ്. ടൈം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതല്ലാതെ രാവിലെ ഒന്നും ഇരുന്ന് ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റാറില്ല. ജസ്റ്റ് പണീൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലും ഒന്ന് കയ്യിൽ എടുത്തിട്ട് ഒന്ന് കടിച്ച് അങ്ങനെ ചായ കുടിക്കുക അത്രമാത്രമേ ചെയ്യാറുള്ളൂ. നമ്മൾ മീൻസ് നമ്മളുടെ ഹെൽത്ത് നോക്കും വേണം. പക്ഷെ എങ്ങനെയാണല്ലോ അവസ്ഥ, മറ്റുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.